പുതിയ KPCC പ്രസിഡന്റായിട്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിക്കണമെന്നാണ് ഞങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ ഒരു ഇത്. കാരണം പിന്നെ ഇന്നലെ BJPയിൽ നിന്ന് വന്ന് ഇപ്പോഴും RSSകാരനായിട്ട് തുടരുന്ന സന്ദീപ് വാര്യരാണ് ആന്റോ ആന്റണിയേക്കാൾ KPCC പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യൻ എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തിരിച്ചറിയുക. ഇതൊരു മുന്നറിയിപ്പാണ്. എന്ന് വെച്ചാൽ ഈ ആന്റോ ആന്റണിയുടെ പേര് എവിടുന്ന് വന്നു? ലോക്സഭയിൽ പോയിട്ട് 4 തവണ MP ആയി, 4 തവണ നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ 4 തവണ MP ആയിട്ട് ലോക്സഭയിൽ പോയിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത ഒരാളെ KPCC പ്രസിഡന്റാക്കി നിയമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടി എവിടേക്കാണ് പോകണമെന്നുള്ളത് കോൺഗ്രസ്സുകാർ ദയവേത് സാധാരണ കോൺഗ്രസ്സുകാർ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആന്റോ ആന്റണിയേക്കാൾ യോഗ്യൻ സന്ദീപ് വാര്യരാണ്. ഇന്നലെ BJPയിൽ നിന്ന് വന്നു, ഇപ്പോഴും RSS ആയി തുടരുന്ന സന്ദീപ് വാര്യരാണ്. കാരണം ഇത്തിരി ചരിത്ര ബോധം നമുക്കുണ്ടാവുന്നതല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, ഇവിടുത്തെ യുവ നേതാക്കൾക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോഴും MLA, പാലക്കാട്ട് MLA, അതുപോലെ ഷാഫി പറമ്പിൽ, KS ശബരിനാഥൻ, നമ്മുടെ അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ചരിത്രം പഠിക്കണം. ചരിത്രം ബോധം അവർക്കില്ല നമ്മൾ പറയുന്നില്ല, ഓർമ്മയിൽ അതുണ്ടാവണം എന്നുള്ളതാണ്. പണ്ട് ഇതേപോലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ കാര്യങ്ങൾ ആന്റോ ആന്റണിയെ ആരാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്, നമ്മൾ പഠിക്കണം. എന്താണ് ചരിത്രം? ആറന്മുള വിമാനത്താവളം എന്ന് കേട്ടിട്ടുണ്ടോ? ചെന്നൈ ആസ്ഥാനമായ KGS ഗ്രൂപ്പ് ആറന്മുളയിലെ വയലുകൾ 500 ഏക്കർ വാങ്ങിയിട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തോട് ചേർന്നുള്ള വയലുകൾ വാങ്ങിയിട്ട് അവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഏത് കാലത്ത്? UDF സർക്കാരും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരും UPA ഗവൺമെന്റും ഭരിക്കുന്ന കാലത്ത്. അതിനെതിരെ വലിയ വൻ പ്രക്ഷോഭം അവിടെ നടന്നു. ആറന്മുളയിൽ KGS ഗ്രൂപ്പിനെതിരെ നമ്മുടെ സമരനായകനായിട്ട് കുമ്മനം രാജശേഖരൻ, BJP, പിന്നെ BJPയുടെ നേതാവായ കുമ്മനം രാജശേഖരൻ, അന്ന് അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാരവാഹിയാണെന്ന് തോന്നുന്നു. പിന്നെ സൂതകുമാരി ടീച്ചർ, അങ്ങനെ സർവരും സൂതകുമാരി ടീച്ചറുടെ കുടുംബ വീട് അവിടെയാണ്. അതുകൊണ്ടായിരിക്കും അവർ സമരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ സർവരും രംഗത്തിറങ്ങിയിട്ട് ഇതിനെതിരെ പ്രക്ഷോഭം നയിച്ചു. വയൽ നികത്തുന്നതിനെതിരെ, ആറന്മുളയിൽ 500 ഏക്കർ വയൽ നികത്തുന്നതിനെതിരെ അവിടെ പ്രക്ഷോഭം നടന്നു. അത് കഴിഞ്ഞിട്ട് 2016 പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ എരുമേലിയിൽ ഈ പറയുന്ന വിമാനത്താവളത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ പല അനുമതികൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഇപ്പോഴും കേന്ദ്ര അനുമതി പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. ചെറുവള്ളി എസ്റ്റേറ്റിൽ ഈ പറയുന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി കൂടി ഏറ്റെടുത്തുകൊണ്ട് 2500 ഏക്കർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ശബരിമല വിമാനത്താവളം എരുമേലിയിൽ നിർമ്മിക്കാനുള്ള എല്ലാം സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കി വരുന്നെങ്കിലും കേന്ദ്രത്തിന്റെ പല അനുമതികളും ഇനി വേണം. അതേസമയത്ത് ആറന്മുളയ്ക്ക് വേണ്ടി അന്ന് പിന്നെ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാരും കേരളം ഭരിച്ച UDF സർക്കാരും അങ്ങ് അകമഴിഞ്ഞ് സഹായിച്ചിട്ട് എല്ലാ പാരിസ്ഥിതിക അനുമതിയും ആറന്മുളയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷെ പ്രക്ഷോഭം നടന്നപ്പോൾ എന്തായി? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കുന്നത് അംഗീകരിക്കാനാവില്ല. കുമ്മനം രാജശേഖരൻ, അതുപോലെ സൂതകുമാരി ടീച്ചർ, അങ്ങനെ പലരും രംഗത്ത് വന്നിട്ട് ആ പ്രോജക്റ്റ് തർക്കത്തിലായി. ഈ വയൽ നികത്തൽ അവിടെ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് വയൽ നികത്തൽ തടഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് LDF സർക്കാർ, പിണറായി ഒന്നാം സർക്കാർ വന്നിട്ട് ആ പരിപാടി റദ്ദ് ചെയ്യുന്നു. എല്ലാ അനുമതിയും കിട്ടിയെങ്കിലും ഈ എയർപോർട്ട് തൽക്കാലം ഇവിടെ വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ്. അതിനുശേഷമാണ് ആറന്മുള വിട്ടിട്ടാണ് ശബരിമലയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ട് നമുക്ക് എവിടെ സ്ഥാപിക്കാവുന്ന നിലയിലേക്ക് വന്നിട്ടാണ് ചെറുവള്ളി എസ്റ്റേറ്റ് കണ്ടെത്തിയത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയത് മനസ്സിലാക്കണം. അപ്പം ഇതിനകത്ത് ഇങ്ങനെ കളിച്ച KGS ഗ്രൂപ്പിലെ അന്ന് വന്ന വാർത്തകൾ, ഈ KGS ഗ്രൂപ്പിൽ 15% ഓഹരി ഉടമ ആരാണ്? അന്ന് വന്ന വാർത്തകൾ നമ്മളത് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി. അത് റോബർട്ട് വദ്രയാണ്. റോബർട്ട് വദ്ര ആരാണ്? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്.
പ്രിയങ്ക ഗാന്ധി ആരാണ്? സോണിയാഗാന്ധിയുടെ മകൾ, രാജീവ് ഗാന്ധിയുടെ മകൾ. പിന്നെ രാഹുലിന്റെ നേർപ്പെങ്ങൾ. എങ്ങനെ വദ്ര ഇത്രയും ഓഹരികൾ KGS ഗ്രൂപ്പിൽ നടപ്പാക്കി, കൈവശം വെച്ചു, അല്ലെ കൈക്കലാക്കി? അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് KGS ഗ്രൂപ്പും ആറന്മുള വിമാനത്താവളവും റോബർട്ട് വദ്രയുമായിട്ട് ബന്ധം? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണല്ലോ റോബർട്ട് വദ്ര. അപ്പൊ അങ്ങനെ അതവിടെ കിടക്കും. ഇനി ഇപ്പൊ എന്താ വിഷയം? KPCCയുടെ പുതിയ പ്രസിഡന്റായിട്ട് ആന്റണി വരണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? അത് ഗന്ധി കുടുംബമാണ്. സോണിയ, രാഹുൽ, പ്രിയങ്ക, വദ്ര. കെ സുധാകരനെ ഔട്ടാക്കുക, അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. പകരം ആന്റണിയുടെ പേര് ആരായി പറയുന്നത്? ആരാണിന്ന് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇപ്പൊ ബെന്നി ബെഹ്നാൻ പോലും അതിനെതിരെ ചില കമന്റുകളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി KPCC പ്രസിഡന്റ് ആയെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഈ തിയറി എവിടുന്ന് വരുന്നു? ആ തിയറി വരുന്നതിന് പിന്നിലുള്ള ഒരു ഇതാണ്, റൂട്ട് മാപ്പാണ് നമ്മൾ പറഞ്ഞത്. ഗന്ധി കുടുംബത്തിന്റെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര കുടുംബത്തിന്റെ ചോയ്സാണ് ആന്റണി എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക. ഇതിന് പിന്നൊരു ആറാട്ടുമുണ്ടന്റെ എല്ലാ സഹായമുണ്ട്, അത് നമ്മൾ ഓർക്കുക. ആരാണ് ഈ ആറാട്ടുമുണ്ടൻ? ഇപ്പൊ വന്ധ്യ വയോധികനായിട്ട് തിരുവനന്തപുരത്ത് വിശ്രമിക്കുന്നുണ്ട് ആറാട്ടുമുണ്ടൻ. പക്ഷെ പുള്ളി വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹം പണ്ട് എത്രയോ പേർക്ക് പാല വെച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. 70കളിൽ കോൺഗ്രസിലെ ഏറ്റവും പ്രതീക്ഷയുള്ള യുവനേതാവായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ശബരിനാഥനും ഒക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് MA ജോൺ എന്നായിരുന്നു. കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ, അന്ന് ഡിജിറ്റൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് കേരളത്തിലെ തെരുവുകളിൽ മുഴുവൻ ചുവരെഴുത്ത് വന്നൊരു കാലമുണ്ടായിരുന്നു 70കളിൽ. അതായത് MA ജോൺ നമ്മെ നയിക്കുമെന്ന്. ആ MA ജോൺ നമ്മെ നയിക്കുമെന്ന്, കോട്ടയംകാരനായ MA ജോണ് നമ്മെ നയിക്കുമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും വഴിനീളെ ചുവരെഴുത്ത് നടത്തിയ ഒരു കാലം നമ്മൾ ഓർമ്മിക്കുക. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിക്കുക. അവസാനം MA ജോണിനെ കാലുവാരിയത് ആരാണ്? അത് ആറാട്ടുമുണ്ടൻ തന്നെയാണ്. തലേന്ന് പാതിരാത്രി വരെ MA ജോൺ KPCC പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം ഇവിടുത്തെ KSU രൂപീകരിച്ചതിലും യൂത്ത് കോൺഗ്രസ് രൂപീകരിച്ചതിലും സമുന്നതനായ നേതാവായിരുന്നു MA ജോൺ. യുവാക്കളുടെ ഹരമായിരുന്നു MA ജോൺ. ആ MA ജോൺ ഒരു അപകടകാരിയാണ്, തന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊരു ഭീഷണിയാണെന്ന് ആറാട്ടുമുണ്ടൻ തിരിച്ചറിഞ്ഞു. പക്ഷേ കൂടെ നിന്നു. പിന്നെ KSU യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് MA ജോൺ മത്സരിക്കുന്നു. അപ്പൊ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഒരു മത്സരം. കാരണം ഒരു യുവ നേതാവ്, ഒരു ഹീറോയാണ് MA ജോൺ അന്ന്. ആറാട്ടുമുണ്ടൻ അന്ന് ഹീറോയൊന്നും അല്ല. പക്ഷെ ആറാട്ടുമുണ്ടൻ സെക്രട്ടറിയെ പോലെ, പ്രൈവറ്റ് സെക്രട്ടറി പോലെ കൂടെ നിന്നിട്ട് MA ജോണിന് വേണ്ടി എല്ലായിടത്തും പോയി വരുന്നു, തലേന്ന് രാത്രി വരെ. പിറ്റേന്ന് രാവിലെ KPCC ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ആറാട്ടുമുണ്ടൻ അപ്പുറത്തിരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിയുടെ ഏജന്റായിട്ട് അവിട്ടിരിക്കുകയാണ്, TO ബാവയുടെ. ഇപ്പൊ TO ബാവയെ ജയിപ്പിച്ചു കൊടുത്തു ആറാട്ടുമുണ്ടൻ. കോൺഗ്രസ്സുകാര്, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ചരിത്രം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഈ സോണിയ കുടുംബത്തിന്റെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര, ഈ കുടുംബത്തിന്റെ നോമിനിയായിട്ട് ഈ ആന്റണിയെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിലെ പ്രധാന കക്ഷി ഈ ആറാട്ടുമുണ്ടനാണ്. അതായത് നാട്ടിനൊരു ഗുണവും ഇന്നുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു പലതവണ, കേന്ദ്രമന്ത്രിയായി പലതവണ. ഈ കേരളത്തിന് വേണ്ടി, മലയാള മണ്ണിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട് ഈ ആറാട്ടുമുണ്ടൻ. ഇപ്പൊ കോൺഗ്രസിനെ നശിപ്പിച്ചിട്ട് ഈ മനുഷ്യൻ പോവുള്ളൂ എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്. അതായത് UDF ഇന്ന്, കോൺഗ്രസ് ഇന്ന് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൈവിട്ടു പോയി, അത് തിരിച്ചു പിടിക്കണം. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്, KPCCക്ക് ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് വേണം. ജാതി പറയുകയാണ്, മതം പറയുകയാണ്, രാഷ്ട്രീയം കളിക്കുകയാണ്. ഇപ്പൊ എന്താ നിങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോയത്? UDFന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഗണ്യമായിട്ട് ഇടതുപക്ഷത്തേക്കും ക്രിസ്സംഖി വോട്ടുകളായിട്ട് കുറെ BJPയിലേക്കും പോയി. സത്യമാണ്.
മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു പങ്ക് LDFന് ഇടതു മുന്നണിക്ക് കിട്ടുന്നുണ്ട്. രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോ കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ ഈ ഹിന്ദു നായർ ഈഴവ വോട്ട് കൊണ്ട് പറ്റത്തില്ല. ഈഴവ വോട്ട് ബാങ്ക് കൂടുതലും പിന്നെ ഇടതുപക്ഷത്തേക്ക് പോകും, CPIMലേക്ക് പോകും. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഈഴവ സമുദായത്തിൽ നിന്ന് കുറെ വോട്ടുകൾ സമാഹരിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് BJPയുടെ ഒരു നേട്ടമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഈഴവ വോട്ടുകളിൽ പോലും ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കിയിട്ട് കുറെ വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഈഴവ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ ഗണ്യമായിട്ട് LDFയിലേക്കും കുറെ ക്രിസ്തംഗി വോട്ടുകളായിട്ട് BJPയിലേക്കും പോയി. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്നുമില്ല. അത് ലീഗിന്റെ ഒരു കുത്തകയാണ്, മുസ്ലിം ലീഗിന്റെ. അപ്പൊ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തലപ്പത്തൊരു ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് വരണം എന്ന് പറഞ്ഞ തിയറിയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തിയറി കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുവോ? പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പേടിക്കുന്ന ഒരു കോൺഗ്രസ് ആണ്, ഒരു UDF ആണ് കേരളത്തിലുള്ളത്. സത്യതല്ലേ? അതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാർഡില്ല. VD സതീഷിന് വിശ്വാസ്യതയില്ല. പിന്നെ രമേശ് ചെന്നിത്തല ഔട്ടായി. പിന്നെ ആരെ കൊണ്ടുവരും? അപ്പോഴാണ് അടുത്ത ചിന്ത, അത് ആന്റണിയെ നമ്മൾ എഴുന്നള്ളിക്കുക. അദ്ദേഹം വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും. സ്വന്തം മണ്ഡലത്തിൽ MP ആയിട്ട്, പത്തനംതിട്ട MP ആയിട്ട് ഈ 3-4 ടൈം ഇരുന്നിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത ഒരുത്തനെയാണ് KPCC പ്രസിഡന്റായിട്ട് അവരോധിക്കാൻ കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, രക്ഷപ്പെടുമോ കോൺഗ്രസ്? ഇല്ല. പിന്നെ K സുധാകരനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയൂടെ കിട്ടും. കാരണം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഇടവ സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാള് ആരാണ്? K സുധാകരനാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായമാണ് ഈഴവ സമുദായം. എണ്ണം കൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ SNDPയിലും ഈഴവ സമുദായത്തിലും ഉണ്ട്. പക്ഷെ എണ്ണം കൊണ്ട് ഏറ്റവും പ്രബല സമുദായമാണ്. അവർ പരമ്പരാഗതമായിട്ട് LDFന് വോട്ട് ചെയ്യുന്ന സമൂഹമാണ്. ഇപ്പോൾ കുറെ പേര് BJPക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷേ K സുധാകരനെ ഇറക്കി വിട്ടാല് അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിന് എന്ത് ഗുണം കിട്ടാൻ പോകുന്നത്? എന്ത് കിട്ടും? കോൺഗ്രസ് നേതാക്കളിൽ ഇപ്പൊ എത്ര MLAമാർ ഈഴവ സമുദായത്തിനുണ്ട്? ജാതി പറയാന്ന് വിചാരിക്കരുത്. ജാതി എല്ലാ രാഷ്ട്രീയക്കാരും കളിക്കുന്നതുകൊണ്ട് നമ്മൾ തുറന്ന് പച്ചയ്ക്ക് പറയുകയാണ്, അല്ലാതെ ഞങ്ങൾക്ക് ജാതിയൊന്നുമില്ല. കോൺഗ്രസ് MLAമാരിൽ ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ട്? കോൺഗ്രസ്സുകാർക്ക് പറയാം. ജാതി തന്നെ പറഞ്ഞ് ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാം. എത്ര പേരുണ്ട്? ഈ 5 വിരലെണ്ണാനുണ്ടോ? 2 വിരലെണ്ണുണ്ടോ? എന്താ ഇല്ലാണ്ട് പോയത്? ഇനി K സുധാകരനെ കൂടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു ഈഴവ മുക്ത കോൺഗ്രസ്, പിന്നെ BJP മുക്ത കേരളം, കോൺഗ്രസ് മുക്ത കേരളം എന്നൊക്കെ പറയുന്ന പോലെ ഈഴവ മുക്ത കോൺഗ്രസ്. ആന്റണി വരട്ടത് കോൺഗ്രസിനെ രക്ഷിക്കും. ഇതുവരെ ഒരു കഴിവും തെളിയിക്കാത്ത ഒരാളെ എഴുന്നള്ളിച്ച് KPCC പ്രസിഡന്റ് ആക്കാൻ നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിണറായിയെ നേരിടാൻ ഒരൊറ്റ നേതാവും കോൺഗ്രസിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം നായർ സമുദായത്തിൽ നിന്നാണല്ലോ. K സുധാകരനെ മാറ്റി നിർത്തിയാൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ജാതി പറയാന്ന് നമ്മളെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ജാതി ഇവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ജാതി പറഞ്ഞ്, സമുദായം പറഞ്ഞ് ഒരാളെ KPCC പ്രസിഡന്റ് ആക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് കളിക്കുന്ന കളി കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇത് പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. നിങ്ങളുടെ കാര്യം അധോഗതി തന്നെ. മൂന്നാമതും LDF അധികാരത്തിൽ വരും. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത 2 ഇലക്ഷൻ കഴിഞ്ഞാൽ, 2 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിയുമ്പോൾ 2026 അടുത്ത ഇലക്ഷൻ, പിന്നെ 2031 2 ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് BJP ഇവിടെ ഉണ്ടാവും, ഈ നാട്ടിലുണ്ടാവും എന്നുള്ള ചുവരെഴുത്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് കൊള്ളാം. പുതിയ യുവ നേതൃത്വത്തിന് ഈ തിരിച്ചറിവുണ്ടായാൽ അവർക്കുള്ള, ആർക്ക്? രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനും KS ശബരിനാഥനും ഉൾപ്പെടെയുള്ളവർക്ക് ഇത് മനസ്സിലായാൽ അവർക്കുള്ള. അല്ലെങ്കിൽ നിങ്ങളും നാളെ ചെയ്യാൻ പെടും, നിങ്ങളും BJPയിലേക്ക് പോകും. സംശയമുണ്ടോ? എപ്പോൾ ചാടാൻ പറ്റുമെന്ന് നോക്കുന്ന കുറെ ആൾക്കാർ കോൺഗ്രസിന് നേർനിരയിലുണ്ട്. കിളവന്മാർ മുതൽ ചെറുപ്പക്കാർ വരെ.
കോൺഗ്രസിൽ കേരളത്തിൽ ഇനി ഭാവിയില്ല എന്ന് കണ്ടാൽ പിറ്റേന്ന് BJP-യിലേക്ക് ചേക്കാറാൻ നിൽക്കുന്നവരിൽ ഇവരെല്ലാവരും ഉണ്ടാവും. ഈ പറയുന്ന നേതാക്കളെല്ലാം, യുവ നേതാക്കൾ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ BJP-യുടെ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് ഇവിടെ വേണം, നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമായിട്ടോ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിട്ടോ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാണ് ഇത്രയും പറയേണ്ടി വരുന്നത്. പക്ഷെ നിങ്ങൾ സ്വയം കുഴി തോണ്ടി, നിങ്ങൾ സ്വയം ശവക്കുഴി തോണ്ടിയിട്ട് അതിനകത്ത് കയറി കിടന്നിട്ട് മണ്ണും മൂടാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് പറയാൻ പറ്റും നിങ്ങളെക്കുറിച്ച്? അത്രയേ ഉള്ളൂ.